നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളം വിധിയെഴുതി. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പായിരുന്നു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആകാംക്ഷയോടെ പലരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. വാശിയേറിയ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അവിടെ ആര് ജയിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. LDFന് വേണ്ടി VS സുനിൽകുമാറും UDFന് വേണ്ടി K മുരളീധരനും BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് അവിടെ മത്സരിച്ചത്. ഇവരിൽ ആരാണ് വീഴുക, ആരാണ് വാഴുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം, അതായത് ഇന്ന്, സുരേഷ് ഗോപി മാധ്യമങ്ങളുമായി സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഇരട്ടിയായെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെയാണെന്നും എങ്കിലും ജനവിധിയാണ് പ്രധാനമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായി എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിച്ചു. നമുക്കല്ലല്ലോ പ്രധാനം, ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു. അത് പെട്ടിക്കുള്ളിലുണ്ട്. ജൂൺ 4 വരട്ടെ. അന്നുവരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുവരെ കാത്തിരിക്കാം. ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. എല്ലാറ്റിനും മുകളിൽ ഒരാളുണ്ട്. ദൈവം കാത്തോളും. ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട്. 2019 അവർക്കത് മനസ്സിലായി എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി തൃശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ രംഗത്ത് വന്നു. സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാകണമെന്നില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ BJP ഫ്ളാറ്റുകളിൽ കള്ളവോട്ട് ചേർത്തു. ഇതിന് BLOയുടെ ഒത്താശയും ഉണ്ടായിരുന്നുവെന്നും K മുരളീധരൻ ആരോപിച്ചു. പൂങ്കുന്നം ഹരിശ്രീയിൽ ക്രോസ് വോട്ട് നടന്നു. കണക്കനുസരിച്ച് UDF 1-ഉം LDF 2-ലും വരണം. ഡീൽ അനുസരിച്ചാണെങ്കിൽ BJP 2-ാമത് വരണം. ഇതിന് ഉത്തരവാദി പിണറായി. തോൽക്കുന്നതുവരെ BJPക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ BJP വട്ടപൂജ്യം. കാണാൻ വരുന്നവരുടെയും ടാറ്റ കാണിക്കുന്നവരുടെയും കണക്കെടുത്ത് ഏതെങ്കിലും സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടോ? സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാവണമെന്നില്ലെന്നും K മുരളീധരൻ ആരോപിച്ചു. പത്മജ വേണുഗോപാലിനെതിരെയും K മുരളീധരൻ വിമർശനം നടത്തി. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനം അടയട്ടെ എന്നും പത്മജയ്ക്ക് ഇതുവരെ തന്നെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും K മുരളീധരൻ ആരോപിച്ചു. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും പ്രത്യാശ പ്രകടിപ്പിച്ചും ആരോപണങ്ങൾ എറിഞ്ഞും സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു നിൽക്കുകയാണ്. ജൂൺ 4-ന് അറിയാം ആരൊക്കെയാണ് വിജയിച്ചത് എന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.